ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിൻ്റെ 9ാമത്തെ ഹെയർ പിൻ വളവിലാണ്. എൻ്റെ ബൈക്കിൽ എൻ്റെ വിരലിൻ്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും താമരശ്ശേരി ചുരം ഇവിടെ നിന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. അപ്പം ഈ താമരശ്ശേരി ചുരത്തിൻ്റെ വിശേഷം നമുക്കൊന്ന് കണ്ടു പോകട്ടോ. ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയർ പിൻ വളവുകളാണ്. നമ്മൾ ഈ കയറിയാണ് ഞാൻ ഇത്രയും വന്നുകൊണ്ട് എൻ്റെ പുറകോട്ട് നോക്കിയാൽ കാണാം ലോറി പോകുന്നുണ്ട്. വളരെ പെരുക്കെയാണ് ലോറികൾ ഈ ചുരം കയറി പോകുന്നത്. അതുപോലെ ഇഷ്ടംപോലെ വാഹനങ്ങളും ഈ ചുരം കയറിയിട്ടാണ് പോകുന്നത്. എൻ്റെ പുറകെ നോക്കിയ KSRTC ബസ് വരുന്നതാണല്ലോ. നമുക്ക് ഇത് കയറുന്നൊക്കെ ഒന്ന് പോയി കണ്ടാലോ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഈ ചുരത്തിൻ്റെ ഒരു ഭീകരത എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ 9ാമത്തെ ഹെയർ പിൻ്റെ സൈഡിൽ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ദേ ഈ കാണുന്നതാണ് നമ്മുടെ ചുരം മൊത്തത്തിൽ കാണാം. പക്ഷേ ഈ ഒരു സൈഡിൽ കുറച്ച് വൃക്ഷങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈഡ് കാണാൻ പറ്റാത്തത്. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ ചുരവും നമുക്കിവിടെ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ചുരം കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പ്രദേശം ഇതെല്ലാം വനമേഖലയാണ്. ഈ വനമേഖലയെല്ലാം നമുക്ക് കാണാം. ഏറ്റവും മുന്നിട്ട് നോക്കിയാൽ ചുരം കയറി എൻഡ് ചെയ്യുന്ന വാഹനങ്ങൾ നമുക്ക് ഈ ചുരത്തിൽ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ചുരത്തിൻ്റെ സൈഡിൽ കൂടെ നാഴോട്ട് നടക്കുവാണ് കേട്ടോ. നിൽക്കുന്ന 9ാമത്തെ ഹെയർ പിന്നിലാണ് കേട്ടോ. താഴേന്ന് വണ്ടി വരുന്നുണ്ട്, ചുരം ഇറങ്ങി വണ്ടി വരുന്നുണ്ട്. കണ്ടോ, നോക്കിയോ, താഴേന്ന് വണ്ടി വരുന്നുണ്ട്, അതുപോലെ മുകളിൽ നിന്നും ചുരം ഇറങ്ങി വണ്ടി വരുന്നുണ്ട്. ഇതേ അശോക് ലൈലാൻഡിൻ്റെ ഒരു വണ്ടി ഇതേ ചുരമൊക്കെ കയറി വരുമ്പം ഇത് ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, വണ്ടി ഇറങ്ങി പോവാണ്. 9ാമത്തെ ചുരം കയറുവാണ് വണ്ടി അങ്ങോട്ട്. അപ്പോൾ 9ാമത്തെ ചുരം ഇറങ്ങി 8ാമത്തെ ചുരത്തിലോട്ട് പോകുന്ന വണ്ടികളും ഉണ്ട്. ഈ ഒരു ഹെയർ പിന്ന് കയറി വരുന്ന കണ്ടോ കാറൊക്കെ. രാവിലെയും വൈകുന്നേരമാണ് താമരശ്ശേരി ചുരത്തിലേക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന സമയം. ചരക്ക് വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിലും ആ ഒരു സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ചുരത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇവിടെ ഭയങ്കര ട്രാഫിക്കായിരിക്കും, നല്ല തിരക്ക് പിടിച്ചായിരിക്കും വണ്ടികൾ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ലോഡ് വണ്ടികളാണ് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നപ്പം തന്നെ കണ്ടത് ഒത്തിരി ചരക്ക് വാഹനങ്ങൾ വരുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. വരുന്നുണ്ട്, ഇഷ്ടം പോലെ വാഹനമാണ് വരുന്നത്. ഒക്കെ സേഫായിട്ട് നിന്ന വണ്ടി വന്ന് പോകുന്ന നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. താഴേന്ന് വരുന്നുണ്ടോ കാറുകൾ, ബൈക്കുകൾ, വയനാടിന് പോകുന്ന ചരക്ക് വാഹനങ്ങളാണ് ഈ വരുന്നതെല്ലാം. അതുപോലെ ടൂറിസ്റ്റ് വാഹനങ്ങളാണെങ്കിലും വരുന്നുണ്ട്. അടിപൊളി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഈ താമരശ്ശേരി ചുരം കയറണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ആ ആഗ്രഹം ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സാധിച്ചു. താഴെ നിന്ന് ഇനിയും വണ്ടി വരും, അങ്ങോട്ട് മാറുമ്പോഴത്തേന് പിന്നെയും വണ്ടി വരും. രസമാണ് ഇതിങ്ങനെ കയറിപ്പോകുന്ന നന്നായിട്ട്. ഒരു കാറ് വരും, ആൾട്ടോ 800. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേ 2 പേരിരിക്കുന്നു. ഇതുണ്ടോ, 2 കുരങ്ങന്മാർ എന്നെ കണ്ടപ്പോഴത്തേന് നോക്കുന്നു. മാറിയേക്കട്ടെ, ബസ് വരുന്നുണ്ട്, ലോറി വരുന്നുണ്ട്. KSRTCയുടെ ബസ് വരുന്നുണ്ട്. വയനാട് ജംഗിൾ സഫാരി വരും. ജംഗിൾ സഫാരി, വയനാട് ജംഗിൾ സഫാരി എന്ന് എഴുതിയ നമ്മുടെ KSRTC പോകുന്നു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പം കാണുന്നുണ്ട് വലിയ പാറക്കൂട്ടം കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ രസമാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് മലകൾ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, നിൽക്കുന്നതിൻ്റെ താഴ്വശം ഭയങ്കര കുഴിയാണ്. അവിടെ ഇങ്ങനെ വലിയ കുഴിയാണ്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒത്തിരി കുരങ്ങന്മാരെ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് ഇവിടെ നോക്കുമ്പോൾ അവിടെ ആ ഭാവമൊക്കെ നല്ല അടിപൊളിയായിട്ട് വീടും മലയും
കോടയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് ഇതേ സാധിക്കുന്നുണ്ട് കേട്ടോ. മലകളൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റും. സൂപ്പർ വ്യൂ ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ നിന്ന് കാറ് വരുന്നവർക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ബൈക്കിനൊക്കെ വരുന്നവർക്ക് സ്കൂട്ടർ വരുന്നവർക്ക് സൈഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. വഴിക്ക് ഇവിടെ നിന്ന് പാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വീതി കുറവാണ്. മേളിലല്ലേ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് ഇതുപോലത്തെ വ്യൂസൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, കാണാൻ പറ്റുമെന്ന് വിചാരില്ല. 11 kV ലൈന് അങ്ങ് ഏറ്റവും ടോപ്പിൽ നിന്ന് ഇത് ലൈൻ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ ഇത് അങ്ങ് താഴേക്ക് കൊടുത്തിരിക്കുവാണ്. കണ്ടോ, സ്ലോപ്പിൽ. നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ.